ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണോ നിന്നെ സ്കൂളിലേക്ക് വിടുന്നേ? ഇനി നിനക്കൊരു എക്സ്ക്യൂസും ഇല്ല. പഠിക്കുക, എഴുതുക, എഴുതുക, പഠിക്കുക. ഇത് മാത്രം ഇനി നിന്റെ ജോലി. മിലിറ്ററി ഡിസിപ്ലിൻ കൊണ്ടുവന്നാലേ ഇനി നീയൊക്കെ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെയല്ല അച്ഛമ്മേ. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനെ പറഞ്ഞാ മതി. അവൻ ഒറ്റ ഒരുതനാ നിന്റെ ഈ തോന്നിയാസത്തിന് കാരണം. ഡാഡിയെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല. ഡാഡി പാവാ, നല്ല സ്വഭാവാ. ഓ, നീ അവന് സപ്പോർട്ട്, അവൻ നിനക്കും സപ്പോർട്ട് അല്ലേ? നിങ്ങൾ രണ്ടുപേരെയും സപ്പോർട്ട് ജ്യൂസ് പോലെ പിഴിഞ്ഞെടുത്താലേ ജീവിതത്തിൽ നേരെയാവും. വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടുപേർക്കും. എന്തിനാണ് കരയുന്നത്? ഹോംവർക്ക് ചെയ്തില്ല, മിസ് ചീത്ത പറയൂടാ. ആ ഒന്നും കുഴപ്പമില്ല, ഞാൻ മിസ്സിനോട് സംസാരിച്ചോളാം. നീ ക്ലാസ്സിൽ പോയി കയറ്. അച്ഛമ്മേ, ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു പോയി. ഒരുപാട് സംസാരിച്ച് ടയർഡായില്ലേ? എന്നാ കുറച്ച് വെള്ളം കുടിച്ചോ. അച്ഛമ്മ, സെക്കൻഡ് പീരീഡ് തുടങ്ങിപ്പോയി. അച്ഛമ്മ ബൈ, ഞാൻ പോയി കേറട്ടെ. ഇവന് വഴക്ക് പറയാനും തോന്നില്ല, പറയാതിരിക്കാനും പറ്റില്ല. എന്താ ഞാനിപ്പോ ചെയ്യാ? എന്താണ് ഇത്ര ലേറ്റ്? ബാഗ് മുകളിൽ വെച്ചിട്ട് വരാം. 2 മിനിറ്റ്. ഇത് പുതിയ കളക്ഷനാ. ഇതിന്റെ മെറ്റീരിയൽ ഓണർ വിളിക്കുന്നു. എന്താ സർ? അറിയില്ല മാഡം. ഇപ്പൊ വരാം. ഒന്ന് നോക്കണേ ചേട്ടാ. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വേദനിപ്പിച്ചേക്കാം. എന്നിരുന്നാലും എന്റെ അവസ്ഥ നിങ്ങളോട് തുറന്നു പറയണമല്ലോ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. സാർ, എന്ത് തീരുമാനം സർ? ഈ കട ഞാൻ 25 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നതാ. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷേ ഈയിടെയായി ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. എനിക്ക് ശേഷം ഈ കട നടത്തിക്കൊണ്ടുപോകാൻ എന്റെ കുടുംബത്തിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഈ കട വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. അവരിത് ഡെമോളിഷ് ചെയ്ത് ഒരു വലിയ കോംപ്ലക്സ് കെട്ടാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും കയറാൻ ശ്രമിക്കുക. ഇത് പറയാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. സാറേ, പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ആരെങ്കിലും അഡ്വാൻസ് ആയിട്ട് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. സാർ, ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഉടനെ തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇനിയിപ്പോ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാൽ അവർ ഉടനെ പണം തരുമെന്ന് എനിക്കറിയില്ല. സാറ് ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. തെറ്റിദ്ധരിക്കരുത് വിജയലക്ഷ്മി. ഈ പണം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കാരണം നീ എനിക്കൊരു മകളെ പോലെയാ. പക്ഷേ എന്റെ വൈഫ് ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്താൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കട വിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഈ ഷോപ്പില് ആർക്കൊക്കെ അഡ്വാൻസ് കൊടുത്തോന്ന് അന്വേഷിച്ച് അത് തിരിച്ചു വാങ്ങണമെന്നും പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കി എവിടെന്നെങ്കിലും പലിശക്കെങ്കിലും പണം വാങ്ങി എനിക്ക് തന്നേക്കണം. എന്നെ വിശ്വസിച്ച് ആരാ സാർ അത്ര പൈസ തരുന്നത്? ഈ നാട്ടിൽ തന്നെ സാറിന്റെ ഒരു സപ്പോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ സാറും കട വെച്ചിട്ട് പോവാന്ന് പറയുമ്പോ. നീ നല്ല പഠിപ്പുള്ളവളല്ലേ? നിന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നിനക്ക് എവിടെ പോയാലും ജോലി കിട്ടില്ലേ? എന്നാലും സാറിന് ഞാൻ പണം തിരിച്ചു തരേണ്ടതല്ലേ സാർ? ഞാനൊരു കാര്യം പറയട്ടെ വിജി. ചെന്നൈയില് എന്റെ ഭാര്യയുടെ അനുജനൊരു തുണിക്കട നടത്തിക്കൊണ്ട് വരിക. ആ കടയിൽ ചെന്ന് നീ ജോലിക്ക് കയറിയിട്ട് മാസാമാസം
കുറേശ്ശായിട്ട് തിരിച്ചു തന്നാ മതി മോളെ. ഇത് പറഞ്ഞ എന്റെ ഭാര്യ തീർച്ചയായിട്ടും സമ്മതിക്കും. ഇത് വിജയലക്ഷ്മിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമുള്ള കാര്യമാണ്. അവിടെ ആളിനെ ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വിജയ്, നീ ചെന്നൈക്ക് പൊയ്ക്കോ. ആ കടയിൽ പോയി നീ ജോയിൻ ചെയ്യ്. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം. നല്ലൊരു ശമ്പളം നിനക്ക് തരും മോളെ അവര്. അവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ സർ? എനിക്കറിയാവുന്ന ഒരു സാധ്യത ഞാൻ പറഞ്ഞതാ. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം പോലെ മോളെ. പക്ഷെ ഒരു കാര്യം, വാങ്ങിയ അഡ്വാൻസ് എങ്ങനെ തിരിച്ചു തരുമെന്നുള്ള കാര്യം കൂടി ഒന്ന് ആലോചിക്കേ. ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവരുതെന്ന് വിചാരിച്ചതാ. ഇപ്പൊ അങ്ങോട്ട് തന്നെ എത്തേണ്ട സാഹചര്യമാണല്ലോ. ഇനി എന്ത് ചെയ്യും? എന്താ എന്താടാ? എന്തു പറ്റിയടാ? എല്ലാം വലിച്ചെറിയുന്നല്ലേ? പേരക്കുട്ടി ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നു. എന്തു പറ്റിയവന്? അറിയില്ല. കവിൻ മോനെ, എന്തു പറ്റി? എന്താ എല്ലായിടത്തും വലിച്ചെറിയുന്നേ? കവിൻ, എന്തു പറ്റിയടാ നിനക്ക്? രാവിലെ നിർബന്ധിച്ചവനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലേ? ആ ദേഷ്യവാ ഇവന്. പിന്നെ അതൊന്നും ആയിരിക്കില്ല അമ്മേ, വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. വേറെന്ത് പ്രശ്നം? ഇവൻ തന്നെയാ പ്രശ്നം. കവിൻ, എന്താടാ? എന്താ പറ്റിയെന്ന് പറയേ. ഞാൻ എന്ത് പറയാനാ? എന്തോ ശരി.